ഞാൻ ആദ്യം ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം സ്റ്റേജിലുള്ള ആൾക്കാർ. ഞങ്ങൾ കേരളോർമ്മ സ്പോർട്സ് അലുമിനിയുടെ ഭാരവാഹികളാണ്, എക്സിക്യൂട്ടീവ് മെമ്പർമാർ. എൻ്റെ പേര് പാപ്പച്ചൻ, ഞാൻ പ്രസിഡൻ്റാണ്. പിന്നെ ഖാലിദക്ക ഇപ്പോഴത്തെ ഈ സൂവിനറിൻ്റെ പ്രോഗ്രാം കൺവീനറാണ്. പ്രതിനിധി സതീഷ് ഭായി, പിന്നെ ബാസ്കറ്റ്ബോൾ കോച്ച് ഇപ്പോൾ പി സി ആൻ്റണി, പി സി വർഗീസേട്ടൻ ഫുട്ബോളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യം ഖാലിദക്ക പറയും. കാരണം അദ്ദേഹമാണ് അതിൻ്റെ പ്രോഗ്രാം കൺവീനർ. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഖാലിദക്കനെ ഇത് പറയാനായിട്ട് പേരൊന്ന് കറക്റ്റ് പങ്കെടുത്ത ആൾക്കാരെ പേരുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഖാലിദ്. കേരള കോളേജ് സ്പോർട്സ് അലുമിനി അസോസിയേഷൻ 2022 രൂപീകരിച്ചത്, രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സോവനിയർ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് വിന്റേജ് വിക്ടേഴ്സ് സോവനിയർ 2025. 1947 പ്രവർത്തനം ആരംഭിച്ച ശ്രീ കേരളോർമ്മ കോളേജ് അതിൻ്റെ 78 വർഷങ്ങളാണ് പിന്നിടുന്നത്. ഈ കാലയളവിൽ ഒരുപാട് പേര് യൂണിവേഴ്സിറ്റി തലം മുതൽ ഇന്റർനാഷണൽ തലം വരെ എത്തിയ പ്രഗത്ഭരായ കായിക താരങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഈ വേദിയിലിരിക്കുന്നവരുടെ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന ആളാണ് ഞങ്ങളുടെ പ്രസിഡന്റ് കൂടിയായ സി പാപ്പച്ചൻ. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ കോച്ചാണ് പി സി ആന്റണി. ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ യൂണിവേഴ്സിറ്റി പ്രതിദാനം ചെയ്തവരുടെ ബാക്കിയുള്ളതൊക്കെ. അപ്പോ എവിടെയെങ്കിലും ഇത് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. വാമൊഴിയായി കുറെ കാലം ഇന്നതായിരുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരു 4-5-6 കൊല്ലം ചിലപ്പോൾ ഓർത്തേക്കാം, അല്ലെങ്കിൽ കോളേജ് മാഗസിനുകളിലൊക്കെ രേഖപ്പെടുത്തി പോയിരിക്കാം. പക്ഷെ എവിടെയെങ്കിലും ഇത് ഒന്ന് ആധികാരികമായിട്ട് അടയാളപ്പെടുത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ആശയം വരുന്നത്. വളരെ സങ്കീർണമാണ്, അതിലേറെ ശ്രമകരമാണ്. ഇത്തരം 78 വർഷത്തെ കായിക ചരിത്രം രേഖപ്പെടുത്തുക എന്നുള്ളത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല നമുക്കൊക്കെ അറിയാം. അങ്ങനെ അതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ കാര്യങ്ങൾ വളരെ വ്യാപിച്ചു കിടക്കുകയാണ് ചെയ്തത്. ഈ 78 വർഷത്തിന്റെ ഇടയിലെപ്പെടുത്തുമ്പോൾ ഒരാളെയും വിട്ടുപോകാൻ പാടില്ല. എങ്കിൽ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ന്യൂനതകൾ ഉണ്ടാവും, സ്കെൽറ്റങ്ങൾ സംഭവിക്കാം. ഇതൊക്കെ ചേർന്നെങ്കിൽ തന്നെ ഒരു വർഷത്തിലേറെ സമയമെടുത്തിട്ടാണ് ഇപ്പോൾ ഈ സോവനിയർ പ്രകാശനത്തിന് തയ്യാറായിട്ടുള്ളത്. നാളെ 14-ാം തീയതി, ഫെബ്രുവരി 14-ാം തീയതി രാവിലെ രാജ്യസഭ മെമ്പർ, ഞങ്ങളുടെ മുൻകാല ഫുട്ബോൾ താരമായിരുന്ന പി പി സുനീർ, അദ്ദേഹമാണ് മുഖ്യാതിഥിയായിട്ട് ഇത് പ്രകാശനം ചെയ്യാൻ എത്തുന്നത്. കായിക രംഗത്തുനിന്ന് അദ്ദേഹം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയാലും ഇപ്പോഴും കായിക മേഖലയോട് അങ്ങേയറ്റം താല്പര്യമുള്ളത് കൊണ്ട് എപ്പോഴും ഞങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. അദ്ദേഹം അത് ദേവസ്വം ബോർഡ് കേരളോർമ്മ കോളേജിന്റെ സാരഥ്യം വഹിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് രവീന്ദ്രൻ ആണ് അത് ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ അദ്ദേഹമാണ് അതിൽ യോഗാധ്യക്ഷനായിട്ട് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പോകുന്നതിന്റെ ചടങ്ങുകളെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കൂടെ ആവശ്യമില്ല. എന്താണ് അതിന് ചട്ടക്കൂട് എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപമാണ് ഞാൻ നൽകിയത് നിങ്ങൾക്ക്. പ്രഗത്ഭരായ പലരും സദാവസരത്തിൽ സന്നിധരാകുന്നുണ്ട്. ഒരുപാട് ഇന്ത്യയെ പ്രതിദാനം ചെയ്തവരും അതുപോലെ തന്നെ ഒളിമ്പിക്സിലെ ഇന്ത്യ പ്രതിദാനം ചെയ്ത ഒളിമ്പിക്സിന് പോയിട്ടുള്ള ഒളിമ്പിക് തുടങ്ങിയിട്ടുള്ള ആളുകൾ, സുനിൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ജയശങ്കർ മേനോൻ ഇന്ത്യയെ പ്രതിദാനം ചെയ്തിട്ട് ബാസ്കറ്റ്ബോൾ ടീമിൽ പോയിട്ടുള്ള ബാസ്കറ്റ്ബോൾ ഇതിഹാസം എന്നൊക്കെ ഞങ്ങൾ പറയുന്ന അദ്ദേഹം, അങ്ങനെ ഒരുപാട് പേര്. ഏറ്റവും കൂടുതൽ ഒരു ഈ തലമുറയിൽപ്പെട്ട 1947 മുതൽ 2026 വരെ നമ്മൾ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ കേരളോർമ്മയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 19 വയസ്സുകാരൻ ഇന്ത്യൻ ടീമിലെത്തോ, ഇന്ത്യൻ ലോക ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിലെ അംഗമായിട്ടുള്ള മുഹമ്മദ് ഇനാൻ എന്നൊരു കുട്ടി കേരളോർമ്മയിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. അയാളുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കും. ഇവർക്കൊക്കെ ഞങ്ങൾ ആദരവും നൽകുന്നുണ്ട്. കൂടാതെ പോയ കാലങ്ങളിൽ 1954-58 കാലങ്ങളിൽ കേരളോർമ്മയിൽ പഠിച്ച് കായിക രംഗത്ത് മികവ് പുലർത്തിയ ആളുകൾ, നവതിയുടെ എത്തിയിരിക്കുന്ന ആളുകളെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. വിജയൻ, ടി കെ മാധവൻ തുടങ്ങിയവര് ഏതാനും പേരാണ്. അവരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും.
ഒരാളെയും വിടാതെ എല്ലാവരെയും പരിഗണിച്ച് എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം കൊടുത്ത് അവരെ ആദരവോടുകൂടി സ്വീകരിക്കുക, പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യം കൂടി ഇതിന്റെ പ്രകാശനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതും ഇതിന്റെ ഒരു കാര്യം തന്നെയാണ്. ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായിക രംഗത്തുള്ളവരൊന്നും ഇത്തരം സാഹിത്യ മേഖലകളിലോ കലാരംഗങ്ങളിലോ ഒന്നും അത്ര മികവ് പുലർത്തിയല്ല. അക്കാഡമിക് തലങ്ങളിൽ പോലും കായിക രംഗത്തുള്ളവർക്ക് വേണ്ടത്ര മികവ് പുലർത്താൻ സാധിക്കുന്നില്ല. എന്നിട്ടും ഞങ്ങൾ വളരെ ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്ത് നടത്തിയെങ്കിൽ ഞങ്ങളുടെ മൊത്തം ആരുടെയും ഒരു സഹായം കൂടാതെ ഇതിലുള്ള ആളുകൾ തന്നെയാണ് ഇതിലെല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തത് എന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത. വളരെ വളരെ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒന്നിച്ചില്ല ഒരു വർഷത്തിലധികം സമയമെടുത്തുകൊണ്ടാണ് ഇതിനെ ചെകഞ്ഞെടുത്ത് അതിനെ അടയാളപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ അതിന് പുറമേ നിന്നുള്ള സഹായങ്ങളല്ല, ഉള്ളിൽ തന്നെ അതിന് കഴിവും മികവുമുള്ള ആളുകൾ ഉണ്ട് എന്ന് ഇതിന്റെ ഈ ഒരു പ്രസിദ്ധീകരണത്തോടു കൂടി ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. അപ്പോ നേരത്തെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് മുന്നോട്ട് വന്നപ്പോ ബുദ്ധിമുട്ട് അതിന്റെ സങ്കീർണതയോ അതിന്റെ പ്രയാസങ്ങളോ അന്ന് നമുക്ക് തോന്നിയില്ല. പക്ഷെ അതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ആഴവും പരപ്പും തോന്നിയത്. പിന്നെ പ്രധാനമായും ഞങ്ങൾക്ക് നേട്ടമായി കിട്ടിയത് 2 കായിക അധ്യാപകര് പരിപൂർണ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്നു. ഒന്ന് MC രാധാകൃഷ്ണൻ സാറ് പ്രൊഫസർ, മറ്റൊന്ന് സുരേഷ് സാർ. രണ്ടുപേരും കേരളമേലെ പഴയ കാല അധ്യാപകരായിരുന്നു. അവരുടെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ നയിച്ചവരായിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളായിരുന്നു. അപ്പം അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ എല്ലാ കാലങ്ങളിലും പഠിച്ചത്. ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഞങ്ങൾ പഠിച്ച കാലത്ത് കഴിഞ്ഞ 1, 2, 3 വർഷം അതിനപ്പുറം നമ്മൾക്ക് കോളേജുമായി ബന്ധം ഉണ്ടാവില്ല, വ്യക്തികളുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഈ 2 അധ്യാപകര് നമ്മോടൊപ്പം നിന്നതുകൊണ്ട് ഏറ്റവും വലിയ ചാലക ശക്തിയായി വർദ്ധിച്ചത് ഇവർ തന്നെയായിരുന്നു. അവർ നൽകിയ പ്രചോദനം, അവർ തരുന്ന വിവരങ്ങൾ, ഏതൊക്കെ രേഖപ്പെടുത്തണം, ആരൊക്കെ എവിടെയുണ്ട് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ ഇവരിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ അതിനെ ഒരു വരമൊഴിയിലേക്ക് മൊഴിമാറ്റം ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് ഈ സൗവനീറിലൂടെ സാധിക്കുന്നത്. അത് രേഖപ്പെടുത്തി വെക്കുക, അടയാളപ്പെടുത്തി വെക്കുക എന്നൊന്നും 47 മുതൽ 2026 എന്ന് പറയുമ്പോൾ 78 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുക. സൗവനീർ സാധാരണ ഇറക്കില്ല, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം. 1, 2, 3 വർഷത്തെ ഓർമ്മകൾ വെച്ചൊരു സ്മരണിക ഇറക്കുന്ന പ്രക്രിയ എല്ലാ സ്ഥലങ്ങളിലും നടന്നു പോകുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടാണ് അത് ഇറക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം ഒന്നും വിട്ടുപോകാതെ 200-ൽ പരം കായിക താരങ്ങളെ തന്നെ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഈ കായിക മേഖലയിൽ നിന്ന് വ്യത്യസ്ത മേഖലകളിലേക്ക്, ജീവിതത്തിന്റെ പല തുറകളിലേക്കും കടന്നു പോയിട്ടുള്ള ആളുകൾ, ഔദ്യോഗിക മേഖലയിലേക്ക് കടന്നു പോയിട്ടുള്ള ആളുകൾ, ഇന്ത്യൻ പ്രതിരോധ ഇന്ത്യൻ മിലിറ്ററിയിലൊക്കെ സേവനമനുഷ്ഠിച്ചിട്ട് വീരമൃത്യു വരിച്ചവരും രക്തസാക്ഷിയായവരും സേവനം പൂർത്തിയാക്കി തിരിച്ചു വന്നവരും ഒക്കെ ഈ ടീമിലുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാവുന്ന. അതുകൂടാതെ തന്നെ എല്ലാ വ്യത്യസ്തങ്ങളായ പല മേഖലകളിലും ജോലി ചെയ്ത് വിരമിച്ചവരും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഇതിലുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തി ഇതൊരു വലിയ സ്മരണീയയാക്കി വലിയൊരു ചരിത്ര സംഭവമാക്കി തീർക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് വലിയ ശ്രമമാണ് നടത്തുന്നത്. എങ്കിലും ഇതൊക്കെ തീരുമ്പോഴും തന്നെ ഒരു പൂർണ്ണതയോ ഒരു സമഗ്രതയോ നമ്മൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം 78 വർഷത്തെ ചരിത്രമാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ന്യൂനതകളൊക്കെ അതിന് കാണും. അതൊക്കെ അനുവാചകർ മനസ്സിലാക്കി സദയം ക്ഷമിക്കുമെന്നും ഉൾക്കൊള്ളുമെന്നും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമായ എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കാം. വളരെ നല്ല രീതിയിൽ അതിൻ്റെതായ പ്രചരണങ്ങളും അതുപോലെ തന്നെ അതിനെ പരിചയപ്പെടുത്തലും ഒക്കെ എല്ലാ മീഡിയ ഭാഗത്തു നിന്ന്, മാധ്യമ പക്ഷങ്ങളിൽ നിന്ന് ഉണ്ടാവണം. ഇതാണ് ഞങ്ങൾക്ക് വിനീതം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ആള് ഒന്ന് CV പാപ്പച്ചൻ, ഞാൻ പ്രസിഡന്റ്, പിന്നെ അഡ്വക്കേറ്റ് ഖാലിദ്, PC ആന്റണി, PC സതീഷ് ബാബു, PC വർഗീസ്, 5 പേരാണ് ഇപ്പോൾ ഞങ്ങൾ പ്രസന്റ് ആയിട്ടുള്ളത്. അല്ല, ഇതിന്റെ ഒരു ചീഫ് എഡിറ്റർ എന്ന ചുമതല എനിക്ക് തരുമ്പോ എനിക്ക് ഈ മേഖലയിൽ ഒരു മുൻകാല പരിചയം എന്നുള്ളതല്ല. ഗുരുനാഥൻ രാധാകൃഷ്ണൻ സാറ് ഏൽപ്പിക്കുകയാണ്, തന്നെ കൊണ്ട് സാധിക്കും, കാലിനെ കൊണ്ട് സാധിക്കും എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞുകാല അഭിഭാഷകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെഗുലർ പ്രാക്ടീസ് ഞാനിപ്പോൾ പാനലിലെ അഡ്വക്കേറ്റ് തന്നെയാണ്.
വളരെ അപൂർവമായിട്ട് കോടതിയിലൊക്കെ പോകാറുള്ളൂ. ഇത്തരം വായനകളും ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ സഹായിച്ചത് ഇവിടെ ഇരിപ്പുണ്ട് ശ്രീ രാജശേഖരൻ. അദ്ദേഹമാണ് ഇതിന് വേണ്ട എല്ലാ ഇതിനെ നെടുന്തൂണായി നിന്ന് ബാക്ക്ബോണായി നിന്നത്. ഞാൻ ഇതിനെ ഒരു ക്രമീകരണങ്ങൾ നടത്തുക എന്നുള്ള ചുമതലകൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ള. ബാക്കി എല്ലാ വശങ്ങളും ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഇതിലേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വലിയ ഇതിന്റെ പ്രസിദ്ധീകരണത്തിന് വലിയൊരു താങ്ങുമായി വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇത് മാത്രമല്ല, ഞങ്ങള് പിന്നെ കോച്ചിങ്, പിന്നെ ഫുട്ബോള്, ബാസ്കറ്റ് ബോള് ഓൾറെഡി കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞ സീസണിൽ നടത്തി. ഈ വർഷം ക്രിക്കറ്റിനും കൂടി നടത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങളൊരു അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ഫുട്ബോളിന്റെയും ബാസ്കറ്റ് ബോളിന്റെയും ഒക്കെ ആയിട്ട്. വെക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. 14, 15, 16 വയസ്സൊക്കെ ഏജ് ഗ്രൂപ്പാണ്. ഞങ്ങൾ അതിന് ഒരു പ്രസ് മീറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഇത് മാത്രം ഈ 3 വർഷമായിട്ടുള്ള ഞങ്ങള് ഈ സ്പോർട്സ് അലുമിനി രജിസ്റ്റർ ചെയ്തിട്ട് അതിനുശേഷം ഈ 3 വർഷം ഞങ്ങൾ ആക്റ്റീവായിട്ട് ഇതിന്റെ കൂടെ ഞങ്ങൾ ഈ ടൂർണമെന്റുകളായിട്ടും 2 ടൂർണമെന്റ് നടത്തി. ഫുട്ബോള്, ബാസ്കറ്റ് ബോള്. ഫുട്ബോൾ 2 ടൂർണമെന്റ് സീസൺ കഴിഞ്ഞു. ഈ ബാസ്കറ്റ് ബോൾ 1 കഴിഞ്ഞിട്ടുണ്ടോ, 1 കൂടി ഈ സീസൺ നടത്തും. അതുപോലെ ക്രിക്കറ്റിന്റെ ടൂർണമെന്റ്. അങ്ങനെയാണ് ഞങ്ങളുടെ ചെറിയ പരിമിതികളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതാണ് നമ്മുടെ കോച്ച് ബാസ്കറ്റ് ബോള്. ഇതിൽ ഞാൻ സതീഷ് ബാബു. ഒരുപക്ഷെ ഐ ആം ദ സീനിയർ മോസ്റ്റ് സ്റ്റുഡൻറ് ഓഫ് കേരള കോളേജ്. 67-73 കാലഘട്ടത്തിൽ പിന്നെ സ്പോർട്സ് കൗൺസിലിൽ 30 വർഷം. സ്പോർട്സ് മേഖലയായിട്ട് വളരെയധികം ബന്ധം, പ്രത്യേകിച്ച് പ്രസ് ക്ലബ്ബായിട്ട് അന്നത്തെ വിജയേട്ടനൊക്കെ ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഈ കേരള കോളേജിൻ്റെ ആരംഭം അതായത് സ്പോർട്സ്മാൻമാരുടെ കടന്നുകയറ്റത്തോടു കൂടി തന്നെയാണെന്ന് ഞാൻ പറയുന്നു. കാരണം 47 കേരള കോളേജ് ആരംഭിച്ചു അല്ലേ? 1947. അന്നത്തെ ഫസ്റ്റ് ഡിഗ്രി ബാച്ചിൽ 3 പ്രൊഫസർ VK മേനോൻ നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഏതായാലും പ്രവർത്തിച്ചു. എഞ്ചിനീയറിംഗ് കോളേജിലെ കായിക അധ്യാപകനായിരുന്ന പ്രൊഫസർ VK മേനോൻ, അദ്ദേഹം കേരള കോളേജിൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ബാസ്കറ്റ് ബോളിൻ്റെ പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട്, ജോർജ് സക്കറിയ ചീരൻ. അദ്ദേഹം കേരള ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ്റെയും ഇന്ത്യൻ ബാസ്കറ്റ് ബോൾ സംഘടനയുടെ എല്ലാം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ബാസ്കറ്റ് ബോൾ അതിൻ്റെ ആരംഭകാലത്തെ പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിന്നിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവം കൂടിയുണ്ട് അദ്ദേഹം. കുന്നംകുളത്തെ വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ സ്പോർട്സ് കൗൺസിലിൽ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത്, ഇവർക്ക് ശേഷം KP വിശ്വനാഥൻ, നമ്മുടെ മുൻ മിനിസ്റ്റർ, അദ്ദേഹം കേരള കോളേജ് ബാസ്കറ്റ് ബോളിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഈ 3 വ്യക്തികൾ സ്പോർട്സ് രംഗമായിട്ട് ആദ്യം തന്നെ അവർ കടന്നു വരുന്ന കേരള കോളേജിൽ നമുക്ക് നമ്മുടെ മുൻഗാമിയാണ്. അവരാണ് നമുക്ക് പ്രചോദനം. KP വിശ്വനാഥൻ, അദ്ദേഹം നമ്മുടെ കേരള കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ആധികാരികമായിട്ട് അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ 3 വ്യക്തികളെയും കേരള കോളേജിലെ കായിക സംഘടനകൾക്ക് മറക്കാൻ പറ്റില്ല. അവരെ നമ്മളെ ഈ വേദിയിൽ ഞാൻ അവരെ സ്മരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇതായിട്ട് യാതൊരു കണക്ഷനൊന്നുമില്ല. മറ്റൊരു സവിശേഷത അവകാശപ്പെടുന്നത്, ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് പോയിട്ട് പടിയിറങ്ങിയ കായിക താരങ്ങൾ LD ക്ലർക്ക് മുതൽ ഹൈക്കോടതി ജഡ്ജ് വരെ ഉണ്ട് എന്നുള്ളതാണ്. അത്ര വ്യാപകമായ എല്ലാ രംഗങ്ങളിലും ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സോവനിയറിലെ അടയാളപ്പെടുത്തലും. അതിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് മാർക്കർ വില എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്ന കോർട്ടുകൾ മാർക്ക് ചെയ്യാൻ അറ്റൻഡറായി നിന്നിരുന്ന അദ്ദേഹം തൊട്ട് ഒളിമ്പിക്സിൽ പ്രദാനം ചെയ്ത ഒളിമ്പിയൻ രാമചന്ദ്രൻ വരെ അതിലുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ആളുകളെയും പരിഗണിച്ച് എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഒരാളെയും വിട്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും ചെറിയ സ്ഖലിതങ്ങൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. അതൊക്കെ എങ്കിൽ തന്നെ ന്യൂനമാക്കാൻ അങ്ങേറ്റ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് കൂടി ഓർമ്മിക്കാം. സമയം നോക്കിയിട്ട് പറഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ നിർത്തും. എന്തെങ്കിലും പറയാൻ നമ്മളത് ചോദ്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്പോർട്സ് അലുമിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അതുകൂടി ആയിട്ട് നിർത്താം.
നാളെ കിട്ടും. നാളെ ഇത് കോപ്പി കൊടുക്കും. ഇതിനകത്ത് എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുന്നു. എല്ലാവരും എത്തണം. എല്ലാവരും എത്തണം അവിടെ. നമ്മുടെ ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവണം. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സമ്മർ ക്യാമ്പുണ്ട്, അത് വളരെ ഭയങ്കര കണ്ടമാനം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതിലൊരു മെയിൻ കാരണം നിങ്ങളാണ്. വളരെയധികം പത്രങ്ങൾ കൊടുത്ത ഇഷ്ടംപോലെ പാരൻസ്, അതുപോലെ തന്നെ ഈ വർഷം ഞങ്ങൾ അതിനെക്കാട്ടും ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. നിങ്ങളതുപോലെ ഒരു വൈഡ് കവറേജ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ആളുകളെ നമുക്ക് സ്പോർട്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു.